നമസ്കാരം. കോവിഡിനെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ തരണം ചെയ്യും? വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തിന്റെ ചലനത്തെ തന്നെ കോവിഡ് മാറ്റിമറിച്ചു. പുതിയ ജീവിതശൈലിയിൽ വളർന്നു വന്ന ആളുകൾക്കെല്ലാം ഈ സാഹചര്യം ഉൾക്കൊള്ളാൻ വളരെയധികം പ്രയാസമാണ്. എല്ലാ പ്രായക്കാരിലും അസ്വസ്ഥതകളാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ വല്ലാത്ത വിഷമത്തിലാണ്. നാം പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടക്കേണ്ട അവർ ഒരു വീടിനുള്ളിലും അല്ലെ ഒരു മതിൽക്കെട്ടിനുള്ളിലും അവരുടെ ജീവിതം തളച്ചിട്ടിരിക്കുകയാണ്. ഇത് അവരിൽ വല്ലാത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായി മാതാപിതാക്കൾ എൻ്റെ അടുക്കലെത്തി. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ പഴയതുപോലെ അവൾ പഠിക്കുന്നില്ല. മാത്രമല്ല അനാവശ്യമായ ദേഷ്യവും അവൾക്കുണ്ട്. എന്തു ചെയ്യും? എന്നാൽ അവളുടെ പരാതി, എന്നെ അച്ഛനും അമ്മയും പണ്ടത്തേതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ നിർബന്ധിക്കുന്നു, എന്നെ കളിക്കാൻ വിടുന്നില്ല. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സിനെ കണ്ടാണ് പഠിക്കുന്നത്. ടീച്ചേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തുന്നു, സഹപാഠികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. ഇത് കൂടാതെ അവർക്ക് കളിക്കാൻ കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. എന്നാൽ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടി ഇതുപോലെ നടക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൺലൈൻ ക്ലാസ് പൊരുത്തപ്പെടണമെന്നില്ല. എക്സ്പേർട്സ് തന്നെ പറയുന്നു, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അധിക നേരം ഇരിക്കരുത്, അല്ലെ ഓൺലൈൻ ക്ലാസ് പങ്കെടുപ്പിക്കും. വേറൊന്നും കൊണ്ടല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതുകൂടാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മൂലവും പ്രയാസം അനുഭവിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാം അല്ലാതെ വേറെ ആരും എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൺലൈൻ ക്ലാസ് ഒത്തിരി സമയം ഇരിക്കുവാൻ പറ്റില്ല. അവരെ അധിക സമയം നിർബന്ധിച്ചാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. ചില മാതാപിതാക്കൾ ഓൺലൈൻ ക്ലാസ്സിന് പുറമെ ഓൺലൈൻ ട്യൂഷന് കൂടി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണം. ചിന്തിക്കണം. നാം അല്ലാതെ വേറെ ആരുമില്ല ചിന്തിക്കുക. നമ്മെ പോലെ തന്നെ നമുക്ക് ഒത്തിരി വിഷമങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, ടെൻഷനുകളില്ലേ? ഇതെല്ലാം നാം എവിടെയാണ് കൊണ്ടുപോയി തീർക്കുന്നത്? നമ്മുടെ മക്കളാണ്. ഇത് കാണുന്ന അവരെന്ത് കൂടുതൽ പ്രയാസത്തിലേക്ക്. ഇതിന് നമുക്കൊരു പരിഹാരം കാണാം. തീർച്ചയായും നമുക്ക് പറ്റും. നാം മാതാപിതാക്കൾക്ക് മാത്രമേ അത് പറ്റൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം സമയം ചെലവഴിക്കുക. അവരുടെ നല്ല കൂട്ടുകാരാണ്. അവരോടൊപ്പം എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ചെലവഴിക്കുക. അവരുടെ വിഷമങ്ങൾ കേൾക്കാം, അവരുടെ സങ്കടങ്ങൾ കേൾക്കാം, അവരുടെ സന്തോഷം പങ്കിടാം, അവരുടെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കാം, അവരുമായി ആശയവിനിമയം നടത്താം. നമുക്കെന്ത് ഗുണമുണ്ടാവും? നമ്മുടെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ അവരുമായി സംസാരിക്കുമ്പോൾ അല്ലെ അവരുടെ കളികൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെ കുറെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളോടൊപ്പം കൃത്യസമയത്ത് ഉണരുവാനും ഉറങ്ങുവാനും ഈ കോവിഡ് കാലം പരിശീലിക്കും. 1 മണിക്കൂർ സമയമെങ്കിലും കുറഞ്ഞത് വ്യായാമം. അത് നിങ്ങളൊപ്പം കൂടുക. നിങ്ങളുടെ വീട്ടിലുള്ള പരിമിതികളിൽ ഉള്ള കളികൾ അവരെ ഏർപ്പെടും. നിങ്ങൾക്ക് പഴയ കാലത്തെ നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കാൻ ഒരു അവസരമായിരിക്കും. നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളോടൊപ്പം ചിലവഴിക്കാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഇപ്പോൾ. നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെക്കാം. ഇപ്പോൾ തിരക്കുകൾ തന്നെ എല്ലാവർക്കും ഇല്ല. ഉള്ള സമയം സന്തോഷമായി കഴിയുക. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ സഹപാഠികളുമായി ഫോൺ ചെയ്യുവാൻ അനുവദിക്കുക. അവരൊന്ന് വല്ലപ്പോഴും ഒന്ന് മിണ്ടിക്കോട്ടെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ മതി. ഒരു കാരണവശാലും മൊബൈൽ ഫോണിന്റെ മുമ്പിലോ ടിവിയുടെ മുമ്പിലോ ഇരുത്തി അവരെ ആഹാരം കഴിപ്പിക്കുവാൻ പരിശീലിപ്പിക്കരുത്. അത് അവർക്ക് ദോഷം ചെയ്യും. അവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം അനാവശ്യമായ അവരുടെ വാശികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ മക്കൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്. പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഈ കാലത്ത് നമുക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ ഒത്തിരി വ്യത്യാസം വരും. അവർക്ക് സന്തോഷം തരും, നമുക്കും സന്തോഷം. നിങ്ങളോടൊപ്പം വീട്ടുപണിക്ക്, കൃഷിയുണ്ടെങ്കിൽ കൃഷി കാര്യങ്ങൾക്ക് ഒക്കെ അവരെ കൊടുക്കുക. അമ്മമാർ കിച്ചണിൽ സഹായിക്കുവാൻ മക്കളെ പ്രേരിപ്പിക്കുക. ഇതിൽ കൂടെയൊക്കെ അവർക്കൊരു മാറ്റം. ഏത് സമയം പഠിക്കണമെന്നില്ല, ആവശ്യത്തിന് പഠിക്കുക. അവർക്ക് ഒത്തിരി സ്ട്രെസ് കൊടുക്കാതിരിക്കുക. കാരണം
നിങ്ങളുടെ അത്ര പോലും ഈ കാലത്തെ തരണം ചെയ്യുവാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു നല്ല കൂട്ടുകാരനെ പോലും നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് തരണം ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടും. കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാത്രമേ, എല്ലാവരും ഒരുപോലെ യുണീക്കാണ്. ഒരു നമ്മെ പോലെ മറ്റൊരാൾക്ക് ആകുവാൻ കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല കൂട്ടുകാരായി തീരുക. ഈ കോവിഡ് കാലം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ മാതാപിതാക്കളോടും നിങ്ങളുടെ മക്കളുടെ നല്ല കൂട്ടുകാരായി തീരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും കാണുന്നത്. നമസ്കാരം.